ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഐക്കിയെ പോയിട്ട് മേടിച്ച കുറച്ച് സാധനങ്ങൾ കാണാം കേട്ടോ. വീട്ടിലേക്കും അതുപോലെ കിച്ചണിലേക്കും ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ചില പ്രോഡക്റ്റ്സ് ആണ് കാണാൻ പോകുന്നത്. പിന്നെ ഈ ഐറ്റംസ് ഒന്നും മേടിക്കാനായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഐക്കിയെ പോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പോകേണ്ട ആവശ്യമില്ല കേട്ടോ. എല്ലാ പ്രോഡക്റ്റിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മേടിക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് വൈകിപ്പിക്കാണ്ട് എന്തൊക്കെ സാധനങ്ങളാ മേടിച്ചതെന്ന് നോക്കാട്ടോ. ആദ്യം തന്നെ നമുക്ക് കിച്ചണിലേക്ക് മേടിച്ച ചില പ്രോഡക്ട്സ് കാണാം കേട്ടോ. അപ്പൊ ആദ്യം ഞാൻ കാണിക്കുന്നത് ഒരു കൊലാൻഡർ ആണ്. കൊലാൻഡർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ വാഷ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണല്ലോ. പക്ഷെ ഈ ഒരു കൊലാൻഡറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഈ ഒരു ഹാൻഡിൽസ് ആണ് കേട്ടോ. ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് സിങ്കിൽ ഇത് ഡയറക്റ്റ് ഈ ഹാൻഡിൽസ് ഉപയോഗിച്ച് വെച്ചിട്ട് നമുക്ക് വെജിറ്റബിൾസ് ഇതുപോലെ വാഷ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ സിങ്കിന്റെ അളവിനനുസരിച്ച് ഈ ഹാൻഡിൽസ് ഇങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് അതിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് വെജിറ്റബിൾസ് വാഷ് ചെയ്തെടുക്കാം. പിന്നെ ഇതിന്റെ ചെറിയ സുഷിരങ്ങളായതുകൊണ്ട് തന്നെ വാഷ് ചെയ്തിട്ട് അതിന്റെ ഉള്ളിലെ വെള്ളം തനിയെ അത് താഴേക്ക് ഊർന്നു പോവാനും എളുപ്പമായിരിക്കും. വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് സിങ്കിന്റെ മുകളിൽ തന്നെ നമ്മൾ ഇതുപോലെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം അതിന്റെ ഉള്ളിൽ കൂടെ താഴേക്ക് സിങ്കിന്റെ ഉള്ളിലേക്ക് തന്നെ അത് പൊക്കോളും. ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ. പ്രോഡക്റ്റിന്റെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്തേക്കാം, നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അടുത്തത് ഈ ഒരു ഡസ്റ്റ്ബിൻ ആണ്. ഈ ഡസ്റ്റ്ബിന്നിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇത് നമുക്ക് കിച്ചണിൽ നമ്മുടെ ക്യാബിനറ്റ് ഡോറിൽ അറ്റാച്ച് ചെയ്ത് ഇടാനായിട്ട് പറ്റും. ഇപ്പൊ എന്റെയൊക്കെ കിച്ചണിന്റെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറിയ കിച്ചൺ ആയതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് ഒരു ഡസ്റ്റ്ബിന്, വലിയ ഡസ്റ്റ്ബിൻ ഒന്നും വെക്കാനായിട്ട് സ്പേസ് ഇല്ല. അപ്പോൾ ഇത് നമ്മൾ ക്യാബിനറ്റ് ഡോറിൽ ഇതുപോലെ അറ്റാച്ച് ചെയ്ത് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പെട്ടെന്ന് ഉണ്ടാകുന്ന വെജിറ്റബിൾ പീൽസ് ഒക്കെ ഇതിലേക്ക് തന്നെ നമുക്ക് കളക്ട് ചെയ്തെടുക്കാം. അപ്പൊ പിന്നീട് നമ്മൾ ഓരോ തവണ പുറത്താണ് ഡസ്റ്റ്ബിൻ വെച്ചേക്കണേ. അപ്പൊ ഓരോ തവണ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരുമിച്ച് കളക്ട് ചെയ്ത് ഇതിലേക്ക് എടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ മെയിൻ ഡസ്റ്റ്ബിന്നിലേക്ക് മാറ്റിയാൽ മതിയാവും. നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ഇതിന്റെ ഉള്ളിലേക്ക് വേണമെങ്കിൽ നമുക്ക് പീൽ ചെയ്ത് എടുക്കുകയും ചെയ്യാം കേട്ടോ. ഇതിന് അറ്റാച്ച്ഡ് ലിഡ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അടച്ചു വെക്കാനും വേറെ നമുക്ക് പ്രത്യേക അടപ്പിന്റെ ഒന്നും ആവശ്യമില്ല. ഇതുപോലെ ഇതിന്റെ ഉള്ളിലേക്ക് നമ്മൾ അതിന്റെ പീലും അതുപോലെ വേസ്റ്റ് ഒക്കെ കളക്ട് ചെയ്തിട്ട് അതിന്റെ അടപ്പ് വെച്ച് തന്നെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അടച്ചു കൊടുത്താൽ മതിയാവും. തുറക്കാനും അടയ്ക്കാനും നല്ല ഈസിയാണ്. ഈ പ്രോഡക്റ്റിന്റെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്തിട്ടുണ്ട്, ആവശ്യമുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അടുത്ത പ്രോഡക്റ്റ് ഈ ഒരു സ്പ്ലാറ്റർ ആണ്. അപ്പൊ സ്പ്ലാറ്റർ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോ ചിക്കൻ ഫിഷ് ഒക്കെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് അതിന് ചുറ്റും, ഇപ്പോൾ സ്റ്റൗവിന്റെ ചുറ്റും അതുപോലെ നമ്മുടെ ടൈൽസിലും എല്ലായിടത്തും ഇങ്ങനെ അതിന്റെ എണ്ണയൊക്കെ ഇങ്ങനെ തെറിച്ച് വീണിട്ട് വളരെ വൃത്തികേടാവാനുള്ള ഒരു ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ചിലപ്പോൾ നല്ല വൃത്തിയായിട്ടൊക്കെ ക്ലീൻ ചെയ്തൊക്കെ വെച്ചേക്കണ സമയത്തായിരിക്കും ഇതുപോലെ ഈ ഫിഷ് ഫ്രൈ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ തെറിച്ച് വീഴുന്നത്. അപ്പൊ ഇതിനെ നമുക്ക് ഒന്ന് അവോയ്ഡ് ചെയ്യാനായിട്ട് ഈ സ്പ്ലാറ്റർ നമുക്ക് ഇതുപോലെ മുകളിൽ വെച്ചു കൊടുക്കാം. സാധാരണ അടപ്പ് വെച്ച് അടയ്ക്കുന്ന പോലെയല്ല കേട്ടോ. ഇതിന് ചെറിയ സുഷിരങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഫ്രൈ ചെയ്യുമ്പോൾ ഇങ്ങനെ ക്രിസ്പി ആയിട്ട് കിട്ടില്ല എന്നുള്ള പേടിയും വേണ്ട കേട്ടോ. ചെറിയ സുഷിരങ്ങളുണ്ട്, പിന്നെ നല്ലൊരു ഹാൻഡിലും ഉണ്ട് ഇതിന്. ഇതിന്റെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്തേക്കാം, ആവശ്യമുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കൂ. നമ്മുടെ കിച്ചണിൽ ഒരുപാട് ഹെൽപ്ഫുൾ ആവുന്ന ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇത് ഫുഡ് വേസ്റ്റ് സ്ട്രെയിനർ ആണ്. ഇത് നമുക്ക് കിച്ചൺ സിങ്കിന്റെ സൈഡിലായിട്ട് വെക്കാം. ഇതിന്റെ ഉള്ളിൽ കാണുന്ന ഈ സുഷിരങ്ങൾ ഉണ്ടല്ലോ, ഇതിന്റെ ഉള്ളിൽ കൂടെ നമുക്ക് വേസ്റ്റ് ഒക്കെ കളക്ട് ചെയ്ത് കിട്ടുന്നതാണ് പറയണത്. ഇപ്പൊ നമ്മള് ചില കറികളൊക്കെ നമ്മൾ പാത്രം കഴുകുന്ന സമയത്ത് എത്ര നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ വാരി അതിന്റെ ഉള്ളിലെ വേസ്റ്റ് ഒക്കെ എടുക്കാൻ നോക്കിയാലും ചിലപ്പോൾ എല്ലാം കൂടി നമുക്ക് കിട്ടിയെന്ന് വരില്ല. അപ്പൊ ഇതാവുമ്പോൾ ഇതിന്റെ ഉള്ളിൽ കൂടെ നമുക്ക് ഇങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിലെ വേസ്റ്റ് മാത്രം ഇതിനുള്ളിൽ തടഞ്ഞു നിൽക്കുകയും വെള്ളം അതിന്റെ ഇടയിലുള്ള ആ സുഷിരത്തിൽ കൂടെ താഴേക്ക് പോവുകയും ചെയ്തോളും. വേസ്റ്റ് സ്ട്രെയിൻ ചെയ്യാന്നുള്ളത് മാത്രമല്ല, നമുക്ക് സ്ക്രബ്ബർ പാഡുകളൊക്കെ നമുക്ക് ഇതിന്റെ ഉള്ളിൽ വേണമെങ്കിൽ നമുക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട് ഇത് ഉപയോഗിക്കാം. കാരണം ഇതിന്റെ ഉള്ളിൽ സൈഡിൽ ആ സുഷിരത്തിൽ കൂടെ വെള്ളമൊക്കെ താഴേക്ക് ഊർന്നു പൊക്കോളും. കുക്കിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ചൂടോടുകൂടി പാത്രങ്ങൾ നമ്മുടെ കൗണ്ടർ ടോപ്പിൽ വെക്കുമ്പോൾ കൗണ്ടർ ടോപ്പിന് ഡാമേജ് ഒക്കെ ഉണ്ടാവാണ്ടിരിക്കാനായിട്ട് മെയിനായിട്ട് ഇതുപോലെ നമ്മൾ ടൈലൊക്കെയാണ് നമ്മൾ കൗണ്ടർ ടോപ്പിൽ യൂസ് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ കൗണ്ടർ ടോപ്പിന് ഡാമേജ് ആകാത്ത രീതിയിൽ നമുക്ക് പാത്രങ്ങൾ ഡയറക്റ്റ് കൗണ്ടർ ടോപ്പിൽ വെക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒന്നാണ് ഈ ഒരു ഹോട്ട് പോട്ട് സ്റ്റാൻഡ് കേട്ടോ. ഇത് സ്റ്റീൽ മെറ്റീരിയലാണുള്ളത്. ഇതിന്റെ കൂടെ ലെഗ്സ് ഇതുപോലെ അറ്റാച്ച്ഡ് ആയിട്ടാണ് കിട്ടുക. നമ്മളത് പിന്നെ ലെഗ് നമ്മൾ അസംബിൾ ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത്.
കൗണ്ടർ ടോപ്പിൽ സ്റ്റൗവിനൊക്കെ അടുത്തായിട്ട് ദേ ഇതുപോലെ ഈ ഒരു സ്റ്റാൻഡ് നമ്മൾ സ്ഥിരമായിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഡയറക്റ്റ് സ്റ്റൗവിൽ നിന്ന് മാറ്റി വെക്കണമെന്നുണ്ടെങ്കിൽ ഇതിന് മുകളിലേക്ക് നമുക്ക് എടുത്ത് വെക്കാം. 2-3 പാത്രങ്ങളൊക്കെ നമുക്ക് ഇതിന്റെ മുകളിൽ വെക്കാനുള്ള അത്യാവശ്യം സ്പേസ് ഇതിനുണ്ട് കേട്ടോ. എനിക്കിത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നി. പ്രോഡക്റ്റിന്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം, ആവശ്യമുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കണേ. ഈ ഒരു ടബാണ് അടുത്തൊരു ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിന്റെ പ്രത്യേകത എന്താണെന്നറിയോ, ഇത് നമുക്കിങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. നമുക്ക് സാധാരണ ബക്കറ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ആ ബക്കറ്റ് വെക്കാനുള്ള ഒരു സ്പേസ് നമ്മൾ കണ്ടെത്തേണ്ടതായിട്ട് വരും. ഇപ്പൊ ഈ ഒരു ടബ് ആണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ എന്റെ യൂട്ടിലിറ്റി ഒക്കെ ആണെങ്കിൽ അധികം സ്പേസ് നമുക്ക് ബക്കറ്റ് വെക്കാനായിട്ടില്ല. ഇപ്പൊ എന്തെങ്കിലും സാധനങ്ങൾ നമുക്ക് കയ്യിലൊക്കെ വാഷ് ചെയ്തെടുക്കണം. ഇപ്പൊ തുണികളാണെങ്കിൽ തന്നെ കുട്ടികളുടെ യൂണിഫോം അങ്ങനത്തെ സാധനങ്ങളൊക്കെ കയ്യിൽ വാഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് ബക്കറ്റ് സെപ്പറേറ്റ് നമ്മൾ എടുത്ത് വെക്കണം. ഇതാവുമ്പോൾ നമുക്ക് ആവശ്യം കഴിയുമ്പോൾ ഇത് മടക്കി നമുക്ക് എവിടെയെങ്കിലും ഹാങ് ചെയ്തിടാനായിട്ട് പറ്റും. ഇതിന് മുകളിൽ ഇതുപോലെ ഒരു ഹോളും ഉണ്ട് ഹാങ് ചെയ്യാനായിട്ട്. പിന്നെ ഇതിന്റെ ഉള്ളിൽ ചെറിയ ചെറിയ ഗ്രൂസ് കൊടുത്തിട്ടുണ്ട്. ഈ ഗ്രൂസ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോ തുണികളൊക്കെ കഴുകുന്ന സമയത്ത് ബ്രഷിന് പകരം ഈ ഗ്രൂവിൽ തന്നെ നമുക്ക് ഇങ്ങനെ ഒരച്ച് ചെളിയൊക്കെ നമുക്ക് കളയാനായിട്ട് സാധിക്കും. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. അപ്പോൾ ഒരുപാട് വെള്ളം നമുക്ക് ഇതിൽ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. കുറേ ഐറ്റംസ് ഒക്കെ, ചെറിയ ചെറിയ തുണികളൊക്കെ നമുക്ക് വെള്ളത്തിൽ കുറച്ച് നേരം മുക്കി വെക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ മുക്കി വെക്കാം. അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് കഴുകിയും എടുക്കാം. ആവശ്യം കഴിയുമ്പോൾ ഇതുപോലെ ഉള്ളിലേക്ക് നമ്മൾ അത് ഫോൾഡ് ചെയ്തതിന് ശേഷം എവിടെയെങ്കിലും ഇതുപോലെ ഹുക്കിൽ തൂക്കിയിട്ടാൽ മതി. സ്റ്റോറേജും ഈസിയാണ്. ഐക്യന്ന് വെറും 100 രൂപയ്ക്ക് മേടിച്ചതാണ് കേട്ടോ ഈ ഒരു മിൽക്ക് ഫ്രോത്തർ. ഇത് ഓൺലൈനിൽ എത്രയാണെന്ന് അറിയില്ല, പക്ഷെ നമ്മൾ ഷോപ്പിൽ നിന്ന് ഡയറക്റ്റ് മേടിക്കുന്ന സമയത്ത് 100 രൂപയേ ഉള്ളൂ ഈ ഒരു ഐറ്റത്തിന്. അപ്പൊ ഇത് നമുക്ക് കടയിലൊക്കെ കുടിക്കുന്ന പോലത്തെ നല്ല ഫ്രോത്തി ആയിട്ടുള്ള നല്ല പതഞ്ഞ കാപ്പിയൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കുടിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം വെച്ചിട്ട് നമുക്ക് കുടിക്കാം. അപ്പോൾ പെട്ടെന്ന് ഒരു 15-20 സെക്കൻഡ് ഒക്കെ മതി ഇതുപോലെ നന്നായിട്ട് പതഞ്ഞു വരാനായിട്ട്. കോൾഡ് കോഫി ആണെങ്കിലും ഹോട്ട് കോഫി ആണെങ്കിലും നമുക്ക് ഇതിൽ കുടിക്കാം. ചൂട് വെള്ളവും അതുപോലെ കാപ്പിപ്പൊടിയും പിന്നെ പഞ്ചസാര ഇട്ടിട്ട് നമ്മൾ ഈ സാധനം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഫ്രോത്തിയാക്കി എടുത്താൽ മതി. അപ്പോൾ എന്നിട്ട് പിന്നെ ചൂട് പാലൊഴിച്ച് കഴിഞ്ഞാൽ നല്ല പതഞ്ഞ് ടേസ്റ്റി ആയിട്ടുള്ള കാപ്പി നമ്മൾ കടയിൽ നിന്നൊക്കെ കുടിക്കുന്ന പോലെ തന്നെ ഉണ്ടാവും കേട്ടോ ഇത് കുടിക്കുന്ന സമയത്ത്. അപ്പം ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റ് ആണ്. ഡെയിലി നമുക്ക് കാലത്ത് നല്ല നല്ല പതഞ്ഞ കാപ്പി കുടിക്കാനായിട്ട് പറ്റും. നമ്മളിപ്പോൾ ജോലി ചെയ്യുന്ന ഡെസ്കില്, ഓഫീസ് ടേബിള്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലാണെങ്കിലും കുട്ടികൾ പഠിക്കുന്ന ടേബിളിലൊക്കെ ഒരുപാട് സാധനങ്ങൾ ഓർഗനൈസ് ചെയ്ത് വെക്കേണ്ട സാഹചര്യത്തിൽ എല്ലാ ഐറ്റംസും നമുക്ക് കാണുമ്പോൾ വിഷ്വൽ ക്ലട്ടർ ഒന്നും ഇല്ലാണ്ട് നല്ല ഒതുക്കി വെക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഈ ഒരു മാഗസിൻ ഹോൾഡർ. ഇത് വരുന്നത് 2 എണ്ണത്തിന്റെ സെറ്റാണ്. നല്ല മെറ്റീരിയലാണ് ഇത്, നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ലാപ്ടോപ്പ് വരെ വേണമെങ്കിൽ നമുക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാം. ബുക്സ്, അതുപോലെ ഇതുപോലെ ഹെഡ്ഫോൺസ്, എന്തൊക്കെ സാധനങ്ങളാണോ നമ്മൾ കമ്പ്യൂട്ടറിന് ചുറ്റും സാധാരണ നമുക്ക് ഉപയോഗിക്കാവുന്നത് അതെല്ലാം നമുക്ക് ഇതിൽ ഓർഗനൈസ് ചെയ്ത് വെക്കാം കേട്ടോ. നെക്സ്റ്റ് ഞാൻ ഒരുപാട് കുക്കിംഗ് ഷോർട്സിലൊക്കെ കാണിച്ചിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ. അത് ഈ ബാംബൂ ബൗൾസ് ആണ്. ഇത് സെർവിങ് ബൗളായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ സാലഡ്സ് ഒക്കെ മിക്സ് ചെയ്യാനുള്ള ബൗളായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിത് രണ്ടും 2 സൈസിലുള്ളതാണ് കേട്ടോ മേടിച്ചേക്കണേ. ഇതിൻ്റെ ഒരു ചെറിയ സൈസും കൂടി അവിടെ ഉണ്ട്, ഞാൻ പിന്നെ അത് മേടിച്ചില്ല. ഈ 2 സൈസിലുള്ളതാണ് മേടിച്ചത്. ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ കുറച്ചധികം ശ്രദ്ധിക്കണം, സ്ക്രാച്ച് ഒക്കെ വീഴാണ്ട് നോക്കണം. പിന്നെ ഇത് ഡിഷ് വാഷർ സേഫും അല്ല, അപ്പോൾ നമ്മൾ കഴുകുമ്പോഴും സൂക്ഷിച്ച് കഴുകുകയൊക്കെ വേണം. പക്ഷെ നല്ല പ്രോഡക്റ്റ് ആണ്. ഞാൻ എപ്പോൾ ഐക്യയിൽ പോയാലും മുടങ്ങാണ്ട് മേടിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ ബാസ്ക്കറ്റ്സ്. കാരണം അതിൻ്റെ പ്രത്യേകത നല്ല ക്വാളിറ്റി ഉള്ള ബാസ്ക്കറ്റ്സ് നമുക്ക് കുറഞ്ഞ വിലയിൽ കിട്ടുന്നുള്ളതാണ്. നമ്മളിപ്പോൾ പല ഷോപ്പുകളിലും, ഇപ്പോൾ എവിടെയാണെങ്കിൽ ഡിമാർട്ട്, വിശാൽ മാർട്ട്, അങ്ങനെ പല പല ഷോപ്പുകളിലും ബാസ്ക്കറ്റ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഇത്രയും ക്വാളിറ്റി ഉള്ള ബാസ്ക്കറ്റ്സ് എനിക്ക് കിട്ടുന്നത് തോന്നിയിട്ടുള്ളത് ഐക്യയിൽ തന്നെയാണ് കേട്ടോ. ഇപ്പം ഇങ്ങനത്തെയൊക്കെ ആണെങ്കിൽ കണ്ടോ, നമുക്ക് ഹാൻഡിൽ യൂസ് ചെയ്യാൻ എളുപ്പമാണ്. ഹാൻഡിലിന്റെ ഭാഗത്ത് ഒരു ചെറിയ ഹോള് പോലെ ഉണ്ട്, അപ്പൊ നമുക്ക് പുറത്തേക്ക് ഇങ്ങനെ വലിച്ചെടുക്കാനും ഒക്കെ നല്ല ഈസിയാണ്. പിന്നെ പല വിലയുടെ ഉണ്ട് കേട്ടോ, ക്വാളിറ്റി അനുസരിച്ച് ഇതിന്റെ വിലയ്ക്ക് ഡിഫറൻസ് ഉണ്ട്. പല വിലയുടെ പല ടൈപ്പിലുള്ള ബാസ്ക്കറ്റ്സ് ആണ് ഞാൻ മേടിച്ചത്. നല്ല വലിപ്പത്തിലുള്ള ബാസ്ക്കറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ ഇതേ ഇതുപോലത്തെ ബാസ്ക്കറ്റ്സ് ഉണ്ട്. ഇത് പല കളറിലുണ്ട് കേട്ടോ, ബ്ലൂ കളർ ഉണ്ട്, പിങ്ക് കളർ ഉണ്ട്. അപ്പൊ ഇതിന്റെ മെയിൻ
അട്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അടിയിൽ ഇതുപോലെ വീൽസ് വരുന്നുണ്ട്, 4 വീൽസ് വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇപ്പോൾ ഭയങ്കര ഹെവി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വലിയ ഒരു കബോർഡിൻ്റെ ഉള്ളിലൊക്കെ കയറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തേക്ക് ഇങ്ങനെ പൊക്കിയെടുക്കാതെ തന്നെ ഇങ്ങനെ വലിച്ചെടുക്കാൻ പറ്റും വീൽസിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട്. ഞാനത് എൻ്റെ മോൻ്റെ കബോർഡിൽ ടോയ്സ് ഒക്കെ ഇങ്ങനെ തിരിച്ചു വെക്കാനായിട്ട്, സോഫ്റ്റ് ടോയ്സും പിന്നെ മറ്റ് ടോയ്സ് ഒക്കെ ഇങ്ങനെ തിരിച്ചു വെക്കാനായിട്ടാണ് ഇങ്ങനത്തെ ബാസ്ക്കറ്റ്സ് ഉപയോഗിച്ചിട്ടുള്ളത്. ഐക്യയിൽ ഏറ്റവും കൂടുതലുള്ളത് ഇതുപോലത്തെ വെറൈറ്റി ബാസ്ക്കറ്റ്സ് ആണെന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ അതിലൊന്നാണ് ഇങ്ങനത്തെ ഈ ക്ലിയർ ബാസ്ക്കറ്റ്സ്. ക്ലിയർ ബാസ്ക്കറ്റ്സിൻ്റെ പ്രത്യേകത നമുക്ക് ഉള്ളിൽ എന്ത് ഐറ്റം വെക്കുകയാണെങ്കിലും അത് പുറത്തേക്ക് കാണാനായിട്ട് പറ്റും. അപ്പം ഞാനിത് ഉപയോഗിക്കാറുള്ളത് ഗ്രോസറീസൊക്കെ, എക്സ്ട്രാ ഗ്രോസറീസ് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ, പിന്നെ മോൻ്റെ യൂണിഫോംസ് ഒക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാനൊക്കെയാണ് ഞാൻ ഈ ബാസ്ക്കറ്റ്സ് ഉപയോഗിച്ചിട്ടുള്ളത്. പാൻട്രി ക്യാബിനിൽ ഈ ബോക്സുകളിൽ ഞാൻ ഗ്രോസറീസ് ഓർഗനൈസ് ചെയ്ത് വെക്കുമ്പോൾ മെയിൻ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ എവിടെ ഇരിക്കണേന്നുള്ളത് പുറത്തുനിന്ന് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും. പിന്നെ വിത്ത് ലിഡും വിത്തൗട്ട് ലിഡും നമുക്ക് മേടിക്കാനായിട്ട് പറ്റും. വിത്ത് ലിഡിനാണെങ്കിൽ നമ്മൾ ലിഡിന് 100 റുപ്പീസ് എക്സ്ട്രാ നമ്മൾ കൊടുത്ത് മേടിക്കുകയാണ്. ലിഡ് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ബാസ്ക്കറ്റ് മാത്രമായിട്ട് മേടിച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഐക്കിയയിലെ നൈഫ്സിന്റെ സെക്ഷനിൽ ഒരു വൈഡ് വെറൈറ്റി ഓഫ് കളക്ഷൻ ആണ് അവർക്കുള്ളത്. പല പല ആവശ്യങ്ങൾക്കായിട്ട് പല തരത്തിലുള്ള നൈഫ്സ് നമുക്ക് കിട്ടും. അപ്പൊ ഈ തവണ ഞാൻ മേടിച്ചത് ഇതുപോലെ സെറേറ്റഡ് നൈഫ്സ് ആണ്. ഇതിന്റെ ഹാൻഡിൽ കാണുമ്പോൾ അറിയാം വുഡൻ ഹാൻഡിലാണ്. അത് നല്ല സ്മൂത്ത് ഹാൻഡിലാട്ടോ, നമുക്ക് പിടിക്കാനൊക്കെ നല്ല സുഖമാണ്. ഇത് സെറേറ്റഡ് ആണ്. ഇതിനു മുമ്പ് ഞാൻ ഹോൾ വീഡിയോ ചെയ്തപ്പോൾ, ഐക്കിയ ഹോൾ വീഡിയോ ചെയ്തപ്പോൾ അതിൽ വേറെ ടൈപ്പ് 2 നൈഫ്സ് ഞാൻ കാണിച്ചിരുന്നു, കുറച്ചും കൂടി വീതിയുള്ള ടൈപ്പ്. ഇത് വെച്ച് നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യാൻ നല്ല സുഖമാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നൈഫ്, നല്ല മൂർച്ചയുണ്ട്. ഇതിങ്ങനെ ഒരു സെറ്റായിട്ടാണ് കേട്ടോ തന്നെ, ഒരേപോലത്തെ 2 എണ്ണത്തിന്റെ ഒരു സെറ്റാണ്. ഇതിന്റെ ലിങ്ക് ഞാൻ കൊടുക്കാം കേട്ടോ, ചെക്ക് ചെയ്ത് നോക്കണേ. എല്ലാ പ്രോഡക്ട്സിന്റെയും ലിങ്ക് ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് ഷെൽഫ് ലൈനേഴ്സ് ആണ്. ഷെൽഫ് ലൈനേഴ്സ് നമുക്കിപ്പോൾ ഓൺലൈനിൽ നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും. പിന്നെ ഐക്കിയയുടെ നല്ല ക്വാളിറ്റി ഉള്ള ഷെൽഫ് ലൈനേഴ്സ് ആണ്. ഇതിന്റെ പ്രത്യേകത ആന്റി സ്ലിപ്പാണ്. ഇത് നമുക്ക് കിച്ചൺ ക്യാബിനറ്റ്സിലും അതുപോലെ ഇപ്പൊ ഫ്രിഡ്ജിന്റെ ക്യാബിനറ്റ്സിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഡസ്റ്റ് ഡേർട്ടി എന്നൊക്കെ നമുക്കിത് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്, നമ്മുടെ ക്യാബിൻസിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മളിപ്പോ റീസെന്റ് ആയിട്ട് സിങ്ക് ഓർഗനൈസേഷന്റെ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഉള്ളിൽ ഈ ഡിസ്പെൻസർ ഞാൻ കാണിച്ചിരുന്നു, സോപ്പ് ഡിസ്പെൻസർ. ക്ലിയർ ബോട്ടിൽ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ഉള്ളിൽ നമ്മൾ സോപ്പൊക്കെ ഇങ്ങനെ ഒഴിച്ചു വെച്ച് കഴിയുമ്പോൾ കാണാൻ നല്ല ഭംഗിയാട്ടോ, നല്ല ലുക്കാണ്. വിലയും അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണിത്. നെക്സ്റ്റ് നമ്മൾ ഡെക്കറേഷൻ ആയിട്ട് വീട്ടിലേക്ക് മേടിച്ച കുറച്ച് ഐറ്റംസ് ആണ് കേട്ടോ. ഒന്ന് ഈ ഫ്ലവർ വേസ് ആണ്. ഫ്ലവർ വേസ് നല്ല ക്വാളിറ്റി ഉള്ള ഫ്ലവർ വേസ് ആണ്. അപ്പൊ അതിൻ്റെ ഉള്ളിൽ വെക്കാനായിട്ട് ഞാൻ വൈറ്റ് കളർ പൂക്കൾ 2-3 എണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വീടിന്റെ പല പല ഭാഗങ്ങളിലായിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാൻ പാകത്തിന് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ആണ് മേടിച്ചത്. ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഐക്കിയയില് പല ടൈപ്പിലുള്ളത്, എത്ര വിധത്തിലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അത്രയധികം കളക്ഷൻ ഉണ്ട്. പിന്നെ ഇതിന്റെ പ്രത്യേകത കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നാച്ചുറൽ ആർട്ടിഫിഷ്യൽ ആണെന്ന് തോന്നുകയില്ല, അങ്ങനത്തെ ലുക്കാണ് ഈ പ്ലാന്റ്സിനുള്ളത്. പിന്നെ അത് വെക്കാനായിട്ട് 2 പോട്ട്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു, വൈറ്റ് കളർ സെറാമിക്കിന്റെ. അതും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് ഞാൻ വീടിന്റെ പല ഭാഗങ്ങൾ നല്ലോണം ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോ. അപ്പൊ ഈ തവണ ഇത്രയൊക്കെ സാധനങ്ങളാണ് കേട്ടോ ഞാൻ മേടിച്ചത് ഐക്കിയെന്ന്. എല്ലാ പ്രോഡക്ട്സിന്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും, അതുപോലെ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. മേടിക്കണം എന്നുണ്ടെങ്കിൽ സാധനങ്ങൾ മേടിക്കുമ്പോൾ എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ വീടിന്റെ എവിടെയാണോ വെക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് അവിടെ അതിന്റെ മെഷർമെന്റും ഒക്കെ കൃത്യമായിട്ട് നോക്കിയിട്ട് തന്നെ വേണം നമ്മൾ മേടിക്കാനായിട്ട്. അപ്പൊ വീട്ടിലേക്കും അടുക്കളയിലേക്കൊക്കെ നമുക്ക് ആവശ്യമുള്ള കുറച്ച് വെറൈറ്റി സാധനങ്ങളാണ് നമ്മൾ ഇന്ന് കണ്ടത്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് ഏതാന്നുള്ളത് കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് ലേഡീസ് നോട്ട് ബാഡിന്റെ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.